വൈറ്റമിൻ ഡി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകളിലും കുറവ് കണ്ടുവരുന്ന ഒരു വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ B12 ആണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ അത് ക്രമീകരിക്കുകയോ സപ്ലിമെൻറ്റേഷൻസ് എടുക്കുകയോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. വർഷത്തിൽ ഒരിക്കലെങ്കിലും വൈറ്റമിൻ B12 നിർബന്ധമായും ചെക്ക് ചെയ്തിരിക്കണം. ആരൊക്കെയാണ് വൈറ്റമിൻ B12 സപ്ലിമെൻറ്റേഷൻസ് എടുക്കേണ്ടത്? 50 വയസ്സിന് മുകളിൽ പ്രായം, മറവി രോഗമുള്ളവർ, നിൽക്കുമ്പോഴോ നടക്കുമ്പോഴോ ശരീരത്തിൻ്റെ ബാലൻസ് നിയന്ത്രിക്കാൻ കഴിയാത്തവർ, എപ്പോഴും ക്ഷീണിതരായിട്ടുള്ളവർ, ചെറുപ്പക്കാരിൽ അകാല നരയുള്ളവർ, ഷുഗറിന് വേണ്ടി മെറ്റ്ഫോർമിൻ ഗുളിക കഴിക്കുന്നവർ, ഗ്യാസിന് വേണ്ടിയിട്ട് ഗ്യാസിൻ്റെ ഗുളിക നിരന്തരം കഴിക്കുന്നവർ, ഗർഭനിരോധ ഗുളിക കഴിക്കുന്ന സ്ത്രീകൾ, ഗർഭിണികളും അതുപോലെ തന്നെ പാല് കൊടുക്കുന്ന അമ്മമാരും തീർച്ചയായിട്ടും ഇത് കഴിച്ചിരിക്കണം. ചെവിയിൽ കൊതുക് മൂളുന്ന പോലെ ശബ്ദം കേൾക്കുന്നവർ, അതുപോലെ തന്നെ കഴുത്തിൻ്റെയും നടുവിൻ്റെയും ഡിസ്ക് ബൾജ് ചെയ്തിട്ട് റേഡിയേറ്റിംഗ് പെയിൻ ഉള്ളവർ, അതായത് കഴുത്തിൽ നിന്നും കയ്യിലോട്ടോ നടുവിൽ നിന്നും കാലിലോട്ടോ വേദന റേഡിയേറ്റ് ചെയ്യുന്നവർ, സ്ട്രോക്കോ അറ്റാക്കോ വന്നവർ, അതല്ല നിങ്ങളുടെ ഫാമിലിയിൽ സ്ട്രോക്കോ അറ്റാക്കിൻ്റെയോ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നിങ്ങളും തീർച്ചയായിട്ടും ഇത് കഴിച്ചിരിക്കണം. രക്തത്തിലെ കൗണ്ട് വളരെ കുറവുള്ളവർ, കയ്യിലും കാലിലും എപ്പോഴും തരിപ്പും പെരുപ്പും ഉള്ളവർ, ഫൈനലി പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ളവർ. കാരണം പച്ചില വർഗ്ഗങ്ങളിൽ നിന്നും നമുക്കൊരിക്കലും വൈറ്റമിൻ B12 കിട്ടില്ല. നോൺ വെജിൽ നിന്നും മാത്രമേ വൈറ്റമിൻ B12 നമുക്ക് സാധാരണ കിട്ടുകയുള്ളൂ. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, വൈറ്റമിൻ B12 വർഷങ്ങളായിട്ട് ശരീരത്തിൽ കുറവാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നാഡീ ഞരമ്പുകൾക്ക് പെർമനൻറ്റ് ഡാമേജ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. പിന്നീട് അത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റിയെന്ന് വരില്ല.